ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ എൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടാവൂലേ ഈ ഒരു വീഡിയോ കാണാനായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെയല്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഞാനിത് എന്താ ചെയ്യണേന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. ഞാൻ എൻ്റെ മോൻ്റെ 2ാം പിറന്നാളിന് അവനൊരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് എംബ്രോയ്ഡറി ഹൂപ്പിൽ അവൻ്റെ ഒരു ഹാൻഡ് പ്രിൻറ്റ് ചെയ്തെടുത്തിട്ട് അതാണ് കേട്ടോ ഞാനിവിടെ എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡ്രോയിങ്സ് ആണ് ചെയ്തിട്ടുള്ളൂ. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അത്രയും സിമ്പിളായിട്ടുള്ള പാറ്റേൺസ് ആണ് ഞാനിവിടെ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. വരയ്ക്കാൻ അറിയില്ല എന്നൊന്നും പറഞ്ഞാൽ ഇത്രയും സിമ്പിളായിട്ടുള്ളത് വരയ്ക്കാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. നമ്മൾ കുഞ്ഞിലൊക്കെ വരയ്ക്കുന്ന ആ ഡിസൈൻസ് ഒക്കെ തന്നെയാണിത്, അല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ ഡിസൈനാണെന്ന് എനിക്ക് തോന്നിയില്ല. ഇനിയിപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം. നമുക്കൊരു പേപ്പർ എടുത്തിട്ട് അതിൽ വരച്ചതിന് ശേഷം ഇതിലേക്ക് പകർത്തുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു കാർബൺ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ട്രേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിനിടയിൽ എൻ്റെ മോൻ എണീറ്റായിരുന്നു. അപ്പോൾ ഞാൻ അവനെ മടിയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കുറച്ച് കസിൻസും നാട്ടുകാരൊക്കെ ഇങ്ങനെ യൂട്യൂബിലാണല്ലേ ഫുൾ ടൈം, കുട്ടീനെ നോക്കാനൊന്നും നേരമില്ലാലേ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതിപ്പോൾ എന്നോടാണെങ്കിലും എൻ്റെ വീട്ടുകാരോടാണെങ്കിലും പറയാറുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് എൻ്റെ കുട്ടി എൻ്റെ കൂടെ ഇരുന്നിട്ടാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഓരോ വർക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു എഫേർട്ട് എടുക്കുമ്പോൾ അതിന് കുറ്റം പറയാൻ മാത്രമല്ല, അതിൽ നല്ല കാര്യങ്ങളെങ്കിലും കണ്ട് എന്തെങ്കിലും ഒന്ന് അപ്രിസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു മോട്ടിവേഷൻ ആവും. ഇതുപോലുള്ള ഒത്തിരി അമ്മമാരുണ്ടായിരിക്കും, അവർക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ കൊണ്ട് അവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനെങ്ങനെ കളിയാക്കിയിട്ടല്ല നിങ്ങൾ പ്രതികരിക്കേണ്ടത്. ഒരുവിധം എല്ലാ യൂട്യൂബേഴ്സിനും ഈ ഒരു ഫേസിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ഈ പറയുന്നവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് വലിയ ഹേർട്ടാണ്. അവർ നമ്മളോട് ചെയ്യുന്നതിനോട് അവർക്കൊരു ഹേർട്ടും തോന്നാറില്ല. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു പ്ലാറ്റ്ഫോം അത് പറയാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണെന്ന്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ ഡിസൈനൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഞാൻ സായിൻ്റെ പേര് എഴുതി കൊടുത്തിട്ട് 2 years എന്നും കൂടി എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എംബ്രോയ്ഡറി ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യാൺസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലീഫും സ്റ്റെമ്മും അടങ്ങിയിട്ടുള്ള ആ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ ത്രെഡ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അറ്റത്തായിട്ടൊരു കെട്ടിട്ട് കൊടുക്കാം. അത് സേഫായി ഇരിക്കാനാണ്. എന്നിട്ട് നോർമലായിട്ട് നമ്മളെങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യണേ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ നടുക്ക് കൂടെ നമ്മൾ അടുത്ത നമ്മുടെ നീഡിൽ കടത്തി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നെക്സ്റ്റ് സ്പേസിലേക്ക് കുത്തി കൊടുക്കുകയാണ് ചെയ്യണത്. ഈ ഒരു തരത്തിലുള്ള സ്റ്റിച്ചിന് പറയണത് സ്പ്ലിറ്റ് സ്റ്റിച്ച് എന്നാണ് കേട്ടോ. ഞാനിങ്ങനെ ആധികാരികമായിട്ട് സ്റ്റിച്ചിങ് ഒന്നും പഠിച്ചിട്ടില്ല. ഞാനും ഈ പറഞ്ഞ പോലെ പിൻട്രസ്റ്റിലും യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നല്ലോണം ഇതറിയണ ആൾക്കാർക്ക് എന്തെങ്കിലും തെറ്റുകൾ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനൊരു ബിഗിനേഴ്സിന് പറ്റിയ തരത്തിലാണ് ഇത് ചെയ്യണത് കേട്ടോ. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് MA ഡിജിറ്റൽ ആനിമേഷനാണ് കേട്ടോ. നമ്മൾ ഈ സോഫ്റ്റ്വെയർസിൻ്റെ പ്രവർത്തനങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ എൻ്റെ ഒരു പാഷനാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് വരയ്ക്കാനും അതുപോലെ ഇങ്ങനെ ക്രോഷേ ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും അങ്ങനത്തെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ആധികാരികമായി പഠിച്ചിട്ടല്ല എന്നുള്ളത് ഒന്നുകൂടി പറയാണ് കേട്ടോ. നമ്മളിപ്പോൾ അതേ ലീഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലീഫിൽ നമ്മൾ ഫസ്റ്റ് തന്നെ സെൻറ്ററിൽ നിന്ന് ഏറ്റവും മുകളിലുള്ള ആ ഒരു സെൻറ്ററിലേക്ക് കുത്തിയതിന് ശേഷം നെക്സ്റ്റ് സ്റ്റിച്ച് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതേ രീതിയിൽ തന്നെ താഴത്തേക്കായിട്ട് നമ്മളിങ്ങനെ കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു തരത്തിലുള്ളതിനെ ലീഫ് സ്റ്റിച്ച് എന്ന് തന്നെയാണ് പറയണത് കേട്ടോ. അതായത് ഇപ്പം ഇങ്ങനെ സെൻറ്ററിൽ കുത്തി നെക്സ്റ്റ് തൊട്ടടുത്തായിട്ടാണ് നമ്മളതിനെ കുത്തി ഇറക്കുന്നത്. അതിൻ്റെ അടുത്ത ഭാഗം അങ്ങനെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ലീഫ് പാറ്റേൺ ആയിട്ട് അത് മാറും. നിങ്ങൾക്ക് ഞാൻ പറയണത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ല മനസ്സിലാവുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അത് പറയാം കേട്ടോ. ഇത് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കമൻറ്റ്സ് വളരെ കുറവാണ് വരാറ്. ഞാനൊരു അധ്യാപികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഇൻട്രാക്ട് ചെയ്തിട്ട് പഠിപ്പിക്കാനാണ് പൊതുവെ താല്പര്യം. അപ്പോൾ നിങ്ങളുടെ കമൻസ് ആണല്ലോ എനിക്ക് അത് മനസ്സിലാക്കി തരണത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കമൻറ്റ്സ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാറ്റേൺ കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ലോക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ സ്റ്റിച്ചിനകത്ത് കൂടെ നീഡിലൊന്ന് കടത്തി കൊടുക്കുക. എന്നിട്ട് ത്രെഡിനെ നമുക്ക് നീഡിലിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം.
എന്നിട്ട് വലിക്കുമ്പോൾ അതവിടെ നല്ലോണം സെക്യൂറായിട്ട് ഇരുന്നോളും. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരുവിധം എല്ലാവരും ഈ ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. എന്നിരുന്നാലും ഞാനൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ഫസ്റ്റ് പാറ്റേൺ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് പാറ്റേൺ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫ്ലവറാണ് കേട്ടോ. ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേര് പറയുന്നത് ലേസി ഡേസി എന്നാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ താഴത്ത് നിന്ന് നമുക്ക് മുകളിലേക്ക് നീഡിലൊന്ന് കുത്തിയെടുത്തതിന് ശേഷം വീണ്ടും താഴത്തേക്ക് തന്നെ നീഡിൽ കുത്തി കൊടുക്കാം. അപ്പോൾ ഈ ത്രെഡ് ഉണ്ടല്ലോ കംപ്ലീറ്റ് ആയിട്ട് താഴേക്ക് വലിക്കേണ്ട, കുറച്ചിങ്ങനെ നിർത്തണം പുറത്ത്. എന്നിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ പെറ്റലിന് മുകൾ ഭാഗത്ത് സെൻറ്ററിലായിട്ട് നമുക്ക് വീണ്ടും നീഡിലൊന്ന് കടത്തി കൊടുക്കാം. അപ്പോൾ നീഡിൽ ഇതുപോലെ ഹാഫായിട്ട് കടത്തി കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ത്രെഡ് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. അതായത് അതിന് മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ ഇങ്ങനെ ഫ്ലവർ പാറ്റേൺ ആവും. ഇനി ഇത് താഴത്തേക്ക് അതിനെ തൊട്ട് മുകൾ ഭാഗത്ത് തൊട്ട് താഴെയായിട്ട് തന്നെ കുത്തുക. അതായത് നമ്മൾ നേരത്തെ കുത്തിയ ഭാഗത്തല്ല, തൊട്ട് പുറത്തായിട്ടാണ് നമ്മൾ കുത്തി കൊടുക്കുന്നത് ആ ഒരു നീഡിൽ. ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ലേസി ഡേസി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ. എന്തായാലും സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റിച്ചാണ്, അത് നമുക്ക് ചെയ്തെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ സൗണ്ട് കൊടുക്കാണ്ട്, അതായത് ഓൺ വോയിസ് കൊടുക്കാതെ വെറുതെ ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കത്ര അത് കംഫർട്ടല്ല. എനിക്ക് കുറച്ചുകൂടി ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് എൻ്റെ ഒരു കംഫർട്ട് എന്ന് പറയുന്നത്. ഓരോരുത്തരുടെ ഓരോ സ്റ്റൈലാണല്ലോ അതൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതുപോലെ ഇങ്ങനെ പാട്ട് മാത്രമായിട്ട് ഇട്ടിട്ടൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. അപ്പോൾ ഇത് നെക്സ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോണത് ഈ ഒരു റോസ് ഫ്ലവറാണ്. ഇതിന് പറയുന്ന പേര് വൂവൻ വീൽ എന്നാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ചിന് പറയുന്ന പേര്. അപ്പോൾ നമുക്ക് നീഡിൽ ഇതുപോലെ സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് ആ ഓരോ ലൈൻസും നമുക്ക് ഇങ്ങനെ നീഡിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇത് കംപ്ലീറ്റ് ആയ ഈ ഒരു റൗണ്ടിലുള്ള എല്ലാ ലൈൻസും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ നീഡിലിനെ സെൻറ്ററിൽ നിന്ന് കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്തെടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്നിടവിട്ടിട്ട് നമ്മൾ ഈ ലൈൻസിനകത്ത് കൂടെ നമ്മുടെ നീഡിൽ കടത്തി കൊടുത്ത് അങ്ങനെ ത്രെഡ് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കണം. അതാണ് ഈ ഒരു വൂവൻ വീൽ എന്ന് പറയണത്. ഒരു വീലിൻ്റെ ഷേപ്പിലാണല്ലോ ഇപ്പം ഇത് ഇരിക്കണത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സെൻറ്ററിൽ നിന്ന് ഒന്ന് കുത്തി കൊടുക്കുക മുകളിലേക്ക്. എന്നിട്ട് ഒന്നിടവിട്ടിട്ടുള്ള ഓരോ ലൈൻസിനകത്ത് കൂടിയും നമ്മൾ ഈ ഒരു നീഡിൽ കടത്തി കൊടുത്തിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല അടിപൊളി ഭംഗിയുള്ളൊരു റോസ് ഫ്ലവർ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ മനസ്സിലാവാത്തവർക്ക് എന്തായാലും ആ ഷോർട്സ് കണ്ടാൽ മനസ്സിലാവും. അത് കുറച്ചുകൂടി വലിയ ഒരു ഫ്ലവറായിരുന്നു. ഇപ്പം എൻ്റെ മോൻ്റെ കൈ അത്രയ്ക്ക് വലുതല്ലാത്തതുകൊണ്ട് എനിക്ക് ഇത്ര കുഞ്ഞു കുഞ്ഞ് ഡിസൈൻസാണ് ഇതിനകത്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മൾ വലുത് ചെയ്യുമ്പോഴും ചെറുത് ചെയ്യുമ്പോഴും അതിൻ്റെ ഡിഫറൻസ് ഉണ്ട്. കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റിയത് എനിക്ക് തോന്നുന്നു ആ ഒരു ഷോർട്സിലാണെന്ന്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു ഷോർട്സ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് കംപ്ലീറ്റ് പ്രോസസ്സും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലീഫാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ലീഫ് സ്റ്റിച്ച് തന്നെയാണ് ചെയ്യണത്. ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വരച്ചിട്ടുള്ള ലീഫിന് മുകളിൽ നിന്ന് സെൻറ്ററിൽ ഒരു ലൈൻ പോകുന്നുണ്ടല്ലോ, അതിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് നമ്മൾ നീഡിൽ വെച്ച് കുത്തി കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നീഡിലെടുത്തിട്ട് മുകളിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് ആ ഒരു കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്ന ലൈനിൻ്റെ തൊട്ട് താഴെയായിട്ട്, അതായത് ഇപ്പം നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ഇതിന് നമ്മൾ എവിടെയാണോ കുത്തി അവസാനിപ്പിക്കണേ അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മളങ്ങനെ കുത്തി കൊടുക്കുന്നത്. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ ഒരു ലീഫിൻ്റെ പാറ്റേൺ അവിടെ ഫോം ചെയ്യുക കേട്ടോ. കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഓരോന്നും കഴിയുമ്പോഴും അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഇങ്ങനെ കുത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ലീഫ് റെഡിയാവും കേട്ടോ. ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്, കാരണം അത്
ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. അതുകൊണ്ടാണ് ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒരെണ്ണം കഴിയുന്നവരെ കാണിക്കുന്നത് കേട്ടോ. ഈ വീഡിയോ ലോങ് ആയി പോണോണ്ടാണ് ഞാൻ അതിനിടയിലായിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലീഫ് കംപ്ലീറ്റ് ആക്കിയിട്ട് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളിത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻസ് നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. കമൻസിൽ കൂടെയാണല്ലോ നമ്മൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് ഉണ്ടാവണത്. ഇപ്പോൾ ഇവിടെ എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട്. കാരണം അവർ സ്ഥിരമായിട്ട് എനിക്ക് ഇങ്ങനെ വീഡിയോസിനടിയിലായിട്ട് കമൻസ് ഇടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരായിട്ടൊരു ബോണ്ട് എനിക്കുള്ള പോലെ എനിക്ക് സ്വയം ഫീൽ ചെയ്യാറുണ്ട്. അതിലൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബബിത എന്നാണ് പേര്. ആളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രോഷ്യ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ലോങ് ട്യൂട്ടോറിയൽ വേണമെന്ന്. ഞാനത് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ആയി ഞാൻ ചെയ്തു വെച്ചിട്ട്. പക്ഷേ എനിക്കിങ്ങനെ വോയിസ് ഓവർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് തിരക്കുകളായതുകൊണ്ടാണ്. ആൾക്കത് മനസ്സിലാവും, കാരണം ആൾ എൻ്റെ സ്ഥിരം വ്യൂവറാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വേഗം തന്നെ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാറ്റേണിലേക്ക് പോവാം. ഞാനിവിടെ വീണ്ടും ആ ഒരു ലീഫ് തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഇവിടെ നമ്മൾ കളർ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും തന്നെ ഇവിടെ ചെയ്യണില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു സെൻറ്ററിലുള്ള ഫ്ലവറാണ് കേട്ടോ. അത് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിവിടെ നേരത്തെ ആ ഒരു ലീഫിൻ്റെ പാറ്റേൺ പറഞ്ഞില്ലേ, അതിനെ തന്നെ, പക്ഷേ ഇവിടെ നമ്മൾ ആ ഒരു പെറ്റലിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സെൻറ്ററിൽ ആദ്യം കുത്തി കൊടുത്തിട്ടതിന് ശേഷം നെക്സ്റ്റ് ഭാഗത്തായിട്ട്, അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മളിങ്ങനെ കുത്തി കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഞാൻ ഈ കുത്തി കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് നീഡിൽ വെച്ചിട്ട് താഴേക്ക് നമ്മൾ ആ ഒരു ത്രെഡിനെ വലിക്കുന്നില്ലേ, അതിനെയാണ് കേട്ടോ ഞാൻ ഈ കുത്തി കൊടുക്കുക എന്ന് പറയണത്. ഇപ്പോൾ പലർക്കും ഇതെന്താ ഈ കുത്തി കൊടുക്കണേന്ന് പറയണേ എന്തൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് തന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിൽ മിക്കതും ഞാൻ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചസ് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ഏതൊരു ബിഗിനർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ സിമ്പിളായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പാറ്റേണും ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഒന്നും കൂടി ഒന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഒരുപാട് അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടും അങ്ങോട്ട് പറ്റണില്ല. വോയിസ് ഓവർ ചെയ്യുമ്പോഴും എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നിരുന്നാലും ഞാൻ വോയിസ് ഓവർ ചെയ്യാണ്ട് ഇടാറില്ല കേട്ടോ. അതാണ് ഞാനിങ്ങനെ വോയിസ് ഓവർ ചെയ്യണത്. അപ്പോൾ ആ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടോ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് നോട്ടാണ് കേട്ടോ. ഫ്രഞ്ച് നോട്ട് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ നീഡിലിനെ താഴത്തു നിന്ന് മുകളിലേക്ക് എടുത്തതിന് ശേഷം ആ ഒരു ത്രെഡിനെ നീഡിലിൽ ഒന്ന് ചുറ്റി കൊടുക്കുക. ഈ കാണിച്ച പോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് താഴേക്ക് വലിക്കുക. അപ്പോൾ വലിക്കുന്ന നേരത്ത് നമ്മുടെ കയ്യിലുള്ള ആ ഒരു ത്രെഡ് കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു നോട്ട് അവിടെ വീഴുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചാലാണ് കറക്റ്റ് ആ ഒരു നോട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും പാറ്റേൺസാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ലാസ്റ്റായിട്ട് ഞാനിവിടെ സയാൻ്റെ പേര് കൂടി ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അത് ദേ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നോർമലായിട്ടുള്ള സ്റ്റിച്ച്. നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ഡ്രസ്സൊക്കെ കീറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണോ തുന്നുക, ആ ഒരു സെയിം പാറ്റേണാണ് ഞാൻ അവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. ഇതൊരു ബാക്ക് സ്റ്റിച്ചാണോ എന്ന് ചോദിച്ചാൽ ബാക്ക് സ്റ്റിച്ചല്ല, നോർമലായിട്ടുള്ള സ്റ്റിച്ചാണ്. ഇതിന് ഇനിയിപ്പോൾ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. എന്തായാലും ഒരു പേരുണ്ടായിരിക്കും. അപ്പോൾ ആ പേരറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കംപ്ലീറ്റ് ആക്കി എടുക്കുന്നുണ്ട്. സയാനും അതുപോലെ തന്നെ 2 years എന്ന് എഴുതിയിട്ടുള്ളതും ഞാൻ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സെൻറ്ററിലായിട്ടുള്ള ഒരു ഡോട്ടിനെ ഞാൻ ഫ്രഞ്ച് നോട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണ് നമ്മളിത് കംപ്ലീറ്റ് ആക്കിയിട്ട് എടുക്കുന്നത്.
അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് കാണാം കേട്ടോ. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണവരെ ഞാനിത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ലുക്ക് കാണാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഇത്ര നേരം കേട്ടിരുന്നതിന് ഒത്തിരി താങ്ക്സ്. അപ്പോൾ ബൈ.